യേശു അയച്ച ആശ്വാസകൻ. പരിശുദ്ധാത്മാവ് വരുന്നതുവരെ യെരുശലേമിൽ കാത്തിരിക്കാൻ കർത്താവായ യേശു ശിഷ്യന്മാരോട് പറഞ്ഞശേഷമാണ് അവരെ വിട്ടുപിരിഞ്ഞത്. അവൻ പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റം വരെയും എന്റെ സാക്ഷികളാകും. പ്രവൃത്തികൾ 1:7. അവർ കാത്തിരുന്നതുപോലെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവന്നു. അവർക്കെല്ലാവർക്കും ശക്തി ലഭിച്ചു. പ്രവൃത്തികൾ 2:4. ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന്നു അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ടു അവനെ അറിയുന്നു. യോഹന്നാൻ 14:17-18. ആത്മാവ് അദൃശ്യനാണ്, ആർക്കും അവനെ കാണാൻ കഴിയില്ല. അവൻ ദൈവത്തിന്റെ ആത്മാവാണ്. യേശു പറഞ്ഞു, ആശ്വാസകൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:16-17. ഇതൊരു മർത്യനെക്കുറിച്ചല്ല, ശിഷ്യന്മാരോടൊപ്പവും അവരിലും എന്നേക്കും വസിക്കാൻ അയക്കപ്പെട്ട ഉള്ളിൽ വസിക്കുന്ന ആത്മാവാണ് അവൻ. പരിശുദ്ധാത്മാവ് നിത്യനാണ്. അവൻ സ്വർഗ്ഗത്തിൽ നിന്നാണ് വന്നത്, ഭൂമിയിൽ ജനിച്ചവനല്ല. കർത്താവായ യേശു പറഞ്ഞ ആശ്വാസകൻ. പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ് നിത്യനും അദൃശ്യനും ഉള്ളിൽ വസിക്കുന്നവനുമാണ്. അവൻ ദൈവജനത്തോടൊപ്പം എന്നേക്കും വസിക്കും.